ഹലോ കൂട്ടുകാരി, നമുക്കൊരു വളരെ സിമ്പിളായിട്ടൊരു കൊത്തു പൊറോട്ട വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യമേ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, 2 സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഓക്കെ, ഞാനിവിടെ 4 പൊറോട്ടയാണ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊത്തു പൊറോട്ടയ്ക്ക്. നിങ്ങൾ എത്ര പൊറോട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം സാധനങ്ങൾ എടുക്കാനായിട്ട്. അടുത്ത് നമുക്കൊരു തക്കാളി ചേർക്കാം. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പൊടികളാണ് ചേർക്കേണ്ടത്, മസാലപ്പൊടികൾ. പക്ഷെ ഞാൻ മസാലപ്പൊടികൾ ചേർക്കുന്നില്ല, പകരം ചിക്കൻ കറി ഉണ്ടല്ലോ, നമ്മൾ വീടുകളിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ഗ്രേവി മാത്രം എടുത്തിട്ടാണ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, കാരണം അതിൽ ഓൾറെഡി നമ്മൾ എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ പൊടികളുടെ ആവശ്യമില്ല. ഓക്കെ, നമുക്കിത് ഈ തക്കാളിയും ഉള്ളിയും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് വഴട്ടിയെടുക്കാം. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പൊറോട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മുട്ട ചേർക്കാനായിട്ട്. ഞാനിവിടെ 4 പൊറോട്ട ആയതുകൊണ്ട് 2 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ മിക്സാക്കിയിട്ട് മസാലകൾ ചേർക്കുന്നവർ ഈ സമയത്ത് മസാല ചേർക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചേർക്കാം. ഈ പൊറോട്ടയും മുട്ടയുടെ മിക്സും കൂടി നന്നായിട്ട് തന്നെ നമ്മൾ യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സായതിന് ശേഷമാണ് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കറി ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ കറി ഇതിൽ ചേർക്കേണ്ടത്. ചിക്കൻ്റെ കറി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തും മസാലകൾ കിട്ടുന്നത് വരെ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് അടിക്കുക. അടുത്ത വീഡിയോ വരെ ടാറ്റ.